കഴിഞ്ഞ ദിവസമായിരുന്നു സോഷ്യൽ മീഡിയയും മലയാളികളെയും സിനിമാ പ്രേമികളെയും എല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് ആ ഒരു വാർത്ത പുറത്തു വന്നത്. മിമിക്രിയിലൂടെയും സിനിമയിലൂടെയും എല്ലാം തന്നെ നമ്മളെ എല്ലാവരെയും ഞെട്ടിച്ച കലാഭവൻ നവാസിന്റെ വിയോഗ വാർത്തയായിരുന്നു അത്. പ്രേക്ഷകരെ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടായിരുന്നു ആ ഒരു വാർത്ത പുറത്തുവിട്ടത്. സങ്കടത്തോടു കൂടി തന്നെയാണ് മലയാളികൾ എല്ലാവരും ആ ഒരു വാർത്തയെ ഉറ്റുനോക്കിയത്. ഒട്ടും തന്നെ പ്രതീക്ഷിക്കാത്ത ഒരു മരണം തന്നെയായിരുന്നു കലാഭവൻ നവാസിൻ്റെത്. ചോറ്റാനിക്കരയിൽ സിനിമ ഷൂട്ടിങ്ങിന് വേണ്ടി നടക്കുന്ന സമയത്ത് ഹോട്ടലിൽ കുളിക്കാൻ വേണ്ടി കയറുന്ന സമയത്തായിരുന്നു താരത്തിന്റെ വിയോഗം സംഭവിക്കുന്നത്. പരിശോധനയിൽ താരത്തിന് ഹൃദയാഘാതമാണ് സംഭവിച്ചത് എന്നത് വ്യക്തമായി തന്നെ മനസ്സിലാക്കുകയായിരുന്നു. എന്നാൽ ശുചിമുറിയിലേക്ക് പോകുന്ന സമയത്ത് സോപ്പും ടവലുമെല്ലാം എടുത്ത് ബെഡിലേക്ക് വെച്ച ശേഷം അദ്ദേഹം നെഞ്ചുവേദന വന്ന് നിലത്ത് വീഴുകയായിരുന്നു. അദ്ദേഹം വാതിലിനോട് ചേർന്നാണ് വീണ് കിടക്കുന്നത് എന്നായിരുന്നു ഹോട്ടൽ ജീവനക്കാരൻ നടത്തിയ വെളിപ്പെടുത്തലിൽ മനസ്സിലാക്കിയത്. റൂം വെക്കേറ്റ് ചെയ്യാൻ പോവുകയാണ് എന്ന് വെളിപ്പെടുത്തിയ താരം അതിനുശേഷം കുളിക്കാൻ വേണ്ടി പോയ ആളെ പിന്നീട് തിരികെ വന്നില്ല. ഒരുപാട് വിളിച്ചിട്ടും അന്വേഷിച്ചിട്ടും കോളുകളൊന്നും തന്നെ എടുക്കുന്നില്ല. ഉടനെ തന്നെ ഹോട്ടൽ ജീവനക്കാരൻ മുറിയിലേക്ക് പോയി നോക്കുകയായിരുന്നു. മുറിയുടെ വാതിലും കുറ്റിയിട്ടിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ എളുപ്പത്തിൽ ഹോട്ടൽ ജീവനക്കാരനെ ഉള്ളിലേക്ക് പോകാൻ സാധിച്ചു. ഉള്ളിലേക്ക് പോകുന്ന സമയത്ത് അദ്ദേഹം തറയിൽ വീണ് കിടക്കുകയായിരുന്നു. ഉടനെ തന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. ആശുപത്രിയിൽ കൊണ്ടുവന്ന വഴിക്ക് നവാസിന് ജീവനുണ്ടായിരുന്നു എന്നും ഹോട്ടൽ ജീവനക്കാരൻ വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. പ്രേക്ഷകർ എല്ലാവരും തന്നെ അദ്ദേഹത്തിന് പ്രാർത്ഥിച്ചു വേണ്ടി രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം വരെ നവാസ് വളരെയധികം ഊർജ്ജസ്വലനായി തന്നെയായിരുന്നു നടന്നത്. സിനിമാ സെറ്റിലെല്ലാം തന്നെ ഒരു പ്രശ്നവുമില്ലാതെ തന്നെ നടക്കുകയായിരുന്നു എന്നാണ് കൂടെയുള്ള സഹപ്രവർത്തകരും അറിയിച്ചത്. എന്നാൽ സെറ്റിൽ വെച്ച് ഒരിക്കൽ നെഞ്ചുവേദന വന്നിട്ടുണ്ടായിരുന്നു എന്നും ഷൂട്ടിംഗ് മുടങ്ങാതിരിക്കാൻ വേണ്ടി ആശുപത്രിയിലേക്ക് പോയില്ല, ഡോക്ടറെ കാണിച്ചില്ല, ഷൂട്ടിംഗ് തുടരുകയായിരുന്നു എന്നാണ് വെളിപ്പെടുത്തിയത്. മരിക്കുന്നതിനെ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് വരെ തന്നെ തൻ്റെ സോഷ്യൽ മീഡിയ വഴി തൻ്റെ ഭാര്യയെപ്പറ്റി എല്ലാം തന്നെ കുറിപ്പിട്ട് നവാസ് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. അതെല്ലാം തന്നെ ഒരു ഒന്നര നടന്ന സംഭവത്തെ പോലെയാണ് തോന്നുന്നത് എന്നാണ് പ്രേക്ഷകരും പറയുന്നത്. അതുവരെ ഒരു കുഴപ്പമില്ലാതെ തൻ്റെ ഭാര്യയ്ക്ക് കിട്ടിയ അവാർഡിനെ പറ്റി എല്ലാം തന്നെ വാതോരാതെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു നവാസ്. എന്നാൽ പെട്ടെന്നുണ്ടായ ഈ ഒരു വാർത്ത കേട്ട് പ്രേക്ഷകരെയും മലയാളികളെയും ഒന്നടങ്കം വലിയൊരു വിയോഗ വാർത്ത കേട്ട് ഞെട്ടിക്കുകയായിരുന്നു. കലാഭവൻ നവാസിന്റെ മരണശേഷം ഭാര്യ റഹന അത്യാസന്ന നിലയിൽ ആശുപത്രിയിലായിരുന്നു എന്ന തരത്തിലുള്ള വാർത്തകളും സോഷ്യൽ മീഡിയ വഴി പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ഭാര്യ തലകറങ്ങി വീഴുകയും ഉടനെ തന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല എന്നും അദ്ദേഹം വീണ്ടും സുഖം പ്രാപിച്ചു വരികയാണ് എന്നുമാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകളിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നിരുന്നാലും പ്രേക്ഷകരുടെ പ്രാർത്ഥന എന്നും തന്നെ രഹനയ്ക്കും കുട്ടികൾക്കും കുടുംബത്തിനും ഉണ്ടാകുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. വാർത്തകളും വിശേഷവും എത്രയും പെട്ടെന്ന് അറിയാൻ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഫ്രണ്ട്സ്.